അങ്ങനെ എൻ്റെ ഓഫീസിലെ ആർമാദിക്കലും അഹങ്കരിക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഓഫീസിനോടും ഇവരോടൊക്കെ ചെറിയൊരു ബൈ ബൈ പറയണം കേട്ടോ. ദേ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യൻറ്റിനെ പോലെ ഇരുന്ന് അവരെ കൊണ്ട് നിർബന്ധിച്ച് ബൈയും ഹായും ഒക്കെ പറയുകയാണ്. അങ്ങനെ ഞാൻ ബൈ പറഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ബോസ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒഫീഷ്യലായിട്ട് നിന്നെ സെൻഡ് ഓഫ് ചെയ്തേക്കാം, പിന്നെ വലിഞ്ഞു കയറി വരില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത് കിടന്ന ബ്രൂഫിയയിലേക്ക് വിട്ടു. ഉഫ്, ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതിന് അൾട്ടിമേറ്റ് പുച്ഛം വാരി വെതറുന്ന ഗീതുമോളാണ് കേട്ടോ സൈഡിലിരിക്കുന്നത്. ഇതുപോലൊരു മന്തിക്കട തുടങ്ങിയാലോ? വേണ്ട, ഞാൻ തന്നെ കഴിപ്പിച്ച് മുടിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഗീതു ആ പ്ലാൻ മാറ്റിവെച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും മന്തിയും ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾ പതുക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ജോലിക്ക് വന്നതാണെന്ന് ഒരു ഫീലും തോന്നാറില്ല. പണിയെടുക്കാത്തതുകൊണ്ടാണോ എന്തോ. അങ്ങനെ ഇവരോടൊക്കെ ബൈ പറഞ്ഞ് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വലിഞ്ഞു കയറി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അത് എങ്ങോട്ടാണെന്നും എന്താണെന്നും ഒക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. ഇടയ്ക്ക് മിസ്സായ